ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിലേറ്റീവ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വണ്ടി കടൽ തീരത്ത് കൊണ്ടേ നിർത്തിയിട്ട് അബിയോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. എന്തിനാണെന്ന് അബി ചോദിക്കുമ്പോൾ നിന്നോട് ഇറങ്ങാനല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് നയനയായിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തും ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെ അവർ 3 പേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. വാട ഇങ്ങോട്ടെന്നും പറഞ്ഞിട്ട് നയന അബിയും കൂട്ടിക്കൊണ്ടങ്ങ് പോവാം. പേടിച്ച് വരച്ച് അബി ഇവരുടെ കൂടെ ചെല്ലുവാണ്. എന്നിട്ട് ഇവരെ ഇങ്ങനെ നോക്കി നിൽക്കും. അവർ രണ്ടുപേരും അബിയെ മാറി മാറി ഇങ്ങനെ നോക്കുവാണേ. അബിക്കാണെങ്കിൽ എന്തൊക്കെയോ ഒരു വന്തികേടൊക്കെ മണക്കുന്നുണ്ട്. ആ സമയത്ത് നിൻ്റെ കല്യാണത്തിന് മുൻപ് നിനക്ക് ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നില്ലേ? അതിൻ്റെ പേരിൽ പഠിക്കുന്ന കാലത്ത് പോലും കംപ്ലൈൻറ്റുകളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇടപെട്ട് സോൾവ് ചെയ്ത പല കേസുകളും ഉണ്ടായിട്ടുണ്ട് അല്ലേ എന്ന് അബിയോട് ചോദിച്ചു. ആദർശം മുത്തശ്ശൻ്റെയും നമ്മുടെ കുടുംബത്തിലുള്ളവരുടെയും മുന്നിൽ അത് എത്താതിരിക്കാൻ വേണ്ടി നിന്നെ ഞാനും അനിയും എത്ര തവണ രക്ഷിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടടാ എന്ന് ചോദിക്കും ആദർശം. കേട്ടതൊക്കെ സത്യമല്ലേടാ എന്ന് നയന ചോദിച്ചു. അപ്പോൾ അതൊക്കെ സത്യം തന്നെയാണ്. അല്ല, അതൊക്കെ എന്തായാലും ഇപ്പോൾ ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ അബി, അന്ന് നീ സ്നേഹിച്ച് വഞ്ചിച്ച പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ അറിയാതെ പോയൊരു പെണ്ണാണ് അനഘ എന്നിങ്ങനെ പറയുമ്പോൾ ഏത് അനഘ എന്നും ചോദിച്ചിട്ടുണ്ട് അബി. അയ്യോ, ഞാനൊന്നും അറിഞ്ഞില്ലേ. അപ്പം നിനക്ക് അറിയത്തില്ല അനഘയെ അല്ലേ എന്ന് നയന അന്നേരം ചോദിച്ചു. അവളെ അറിയത്തില്ല എന്ന് നടിക്കുന്ന നിന്നോട് വ്യക്തമായിട്ട് പറയുക. ഇപ്പം നീ കേട്ട അനഘ കുറച്ച് മുൻപ് നമ്മൾ പോയി കണ്ടത്. ഇവൻ പേടിയോടുകൂടി നയനെ നോക്കാൻ തുടങ്ങി. എനിക്ക് അവളുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നോ. പിന്നെ ഇവൻ പറയുന്നത് കേട്ടില്ലെന്നതിനെ ഇവൻ അവളുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന്. എടാ പിന്നെ ആർക്കാടാ ബന്ധം? ആരാടാ ചന്തമോളുടെ അച്ഛൻ എന്ന് ആദർശ് ചോദിക്കുമ്പം ചന്തമോളുടെ അച്ഛൻ ആരാണെന്ന് ആദർശേട്ടൻ അറിയില്ലേ എന്ന് അഭി തിരിച്ചു ചോദിച്ചു. ആദർശേട്ടൻ ചെയ്ത തെറ്റിപ്പോൾ എൻ്റെ തലയിൽ കെട്ടിവെക്കാനാണോ ശ്രമിക്കുന്നത് എന്ന് അഭി ചോദിക്കുമ്പം അപ്പം നീ പറയുന്നത് ചന്തമോളുടെ അച്ഛൻ ആദർശേട്ടൻ തന്നെയാണെന്നാണല്ലേ എന്ന് നയന ചോദിക്കുമ്പം അതെ, അങ്ങനെയാണ് അനഘയുടെ ബന്ധുക്കളൊക്കെ അന്ന് ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞതെന്നുള്ള കാര്യം പറയുക അഭി. നയനയ്ക്ക് രക്തം തിളയ്ക്കാൻ തുടങ്ങി. അന്ന് ആ വീടിനകത്ത് ആദർശേട്ടൻ്റെ ഫോട്ടോയും ഉണ്ടായിരുന്നല്ലോ ഇല്ലേന്ന് ചോദിച്ചു. അതുകൊണ്ട് ഉറപ്പിക്കാം ആദർശേട്ടനാണ് ചന്തമോളുടെ അച്ഛനെന്ന് അല്ലേടാന്ന് ചോദിക്കുമ്പം അല്ലെങ്കിൽ പിന്നെ അവിടെ കൂടിയവരെല്ലാവരും അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് അഭി. അവർ പറഞ്ഞതൊക്കെ അവിടെ നിൽക്കട്ടെ, നിന്റെ അടുത്താണ് ഞങ്ങളുടെ ചോദ്യം. നിനക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റൂടാ ചന്തമോളുടെ അച്ഛൻ ആദർശേട്ടനാണെന്ന്? അപ്പോഴേക്കും അബി ഒന്ന് പരിങ്ങി. ആ സമയത്ത് അതിന് മാത്രം തെളിവൊന്നും എൻ്റെ കയ്യിലില്ല എന്ന് അബി പറയുക രക്ഷപ്പെടാൻ വേണ്ടി. അവർ പറഞ്ഞത് മാത്രമേ എനിക്കറിയാവൂ. പിന്നെ ആദർശേട്ടൻ ഇപ്പം ചന്തമോളെ സ്വന്തം മകളായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇനിയൊരു തർക്കത്തിൻ്റെ ആവശ്യവും ഇല്ല. ആദർശേട്ടൻ്റെ ചോരയാണ് ചന്തുമോളെന്ന് പറഞ്ഞ് തീർന്നില്ല. കൂട്ടത്ത് അവർ ചേവിക്കല് തീർത്തവരണം നയന. അവനൊട്ടും പ്രതീക്ഷിച്ചില്ല നയന അങ്ങനെ അടിക്കുന്ന. എന്നിട്ട് അവനെ കുത്തിന് കയറി അങ്ങ് പിടിച്ചു. എടാ അന്ന് ആ വീടിനകത്ത് ആദർശേട്ടൻ്റെ ഫോട്ടോ വെച്ചത് നീ പറഞ്ഞിട്ടല്ലേടാന്ന് ചോദിച്ചു നയനെ. അവിടെ അന്ന് കൂടിയ പലരും നിന്റെ ആൾക്കാരല്ലേടാന്ന് ചോദിക്കുമ്പം ഒരിക്കലും അല്ല എന്ന് പറഞ്ഞു അബി. ആര് പറഞ്ഞടാ അല്ലെന്ന്? പിന്നെ എങ്ങനെയാടാ DNA ടെസ്റ്റിൽ നീ ചന്തമോളുടെ അച്ഛനായത് എന്ന് നയന ചോദിച്ചപ്പോഴേക്കും കണ്ണൊക്കെ ഇങ്ങനെ ഉന്തി വന്നു ആ വീട്. നയന ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. ഇവൻ DNA ടെസ്റ്റ് എന്നുള്ളൊരു സമ്പ്രദായം ഉണ്ടെന്ന് അവനൊട്ടും അങ്ങ് ഓർത്തില്ല. പിന്നെ വാ തുറന്നിട്ടില്ല അഭി. കമാന്നൊരക്ഷരം മിണ്ടിയിട്ടുമില്ല. ഞെട്ടൽ മാറാതെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം പറയടാ, ചന്തമോളുടെയും നിൻ്റെയും ആദർശേട്ടൻ്റെയും മുടിനാരെടുത്ത് DNA ടെസ്റ്റിന് അയച്ചു. അതിൻ്റെ റിസൾട്ടും വന്നു. നിൻ്റെ ചോരയാ ചന്തമോള്, നിൻ്റെ മാത്രം ചോരയാണെന്നും പറഞ്ഞ് നയനെ അവനെ പിടിച്ചൊരു ഒറ്റ തള്ളായിരുന്നു. അപ്പോൾ ഇവൻ്റെ നാവിറങ്ങിപ്പോയി നിൽക്കുകയല്ലേ. എന്താടാ നീ ഒന്നും പറയാത്തതെന്ന് ആദർശ് ചോദിച്ചു. എനിക്കൊന്നും പറയാനില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇവൻ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് നീ അങ്ങനെ അങ്ങ് പോകാതെയെന്നും പറഞ്ഞ് ചെന്ന് ഇവനെ പിടിച്ച് വലിച്ച് അങ്ങനെ കൊണ്ടുവന്നങ്ങ് ഒരൊറ്റ എയറായിരുന്നു നമ്മുടെ ആദർശം. അങ്ങനെ പോയി വീണ് അവനെ തൂക്കിയെടുത്ത് നയന പിന്നെയും കോളറിന് കുത്തിപ്പിടിച്ച് നിർത്തിയേക്കുക. നീ ആദർശേട്ടനെയല്ല നാണം കെടുത്തിയത്, വഞ്ചിച്ചത്. അതിനേക്കാളും കൂടുതൽ എൻ്റെ ചേച്ചിയാണ്, നിൻ്റെ കുഞ്ഞിനെയാണെന്നും പറഞ്ഞ് നയന ഭയങ്കരമായിട്ട് ഒച്ച വയ്ക്കാം. എന്നിട്ട് നീ എന്താടാ ചെയ്തത്? വിത്തൗട്ട് ബില്ലിലൂടെ സ്വർണം കൊടുത്ത നിൻ്റെ കള്ളത്തരം പിടിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ നീ എന്നെ തെറ്റിക്കാൻ നോക്കിയില്ലേടാ? ഒരു കള്ള ഓൺലൈൻകാരന് നീ തെറ്റായ വിവരങ്ങൾ കൊടുത്തില്ലേടാ എന്നൊക്കെ ചോദിച്ചു. അനഘയെ ചതിച്ചത് ഞാനാണെന്ന് നീ അവരോട് പറഞ്ഞില്ലേടാന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ ഇനി നീ വിശുദ്ധനാവാൻ ശ്രമിക്കരുതെന്ന് നയന ഇവനോട് പറയാം. ഒന്നും പറഞ്ഞു നിൽക്കുക. നീ വിലക്കെടുത്ത ഓൺലൈൻ ചാനലുകാർ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലുണ്ട്, നന്ദുവിൻ്റെ കസ്റ്റഡിയിലാണെന്ന് പറയുമ്പോഴത്തേക്ക് ഇവൻ വീണ്ടും ഞെട്ടി. അപ്പോൾ കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായി അബിക്കാം. എന്താടാ നീ ഒന്നും മിണ്ടാത്തത്? മൂർത്തീസ് ജ്വല്ലറിയുടെ MD ഒരു പെണ്ണുപിടിയാനാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കമ്പനിയെ തകർക്കാനാണോ അതോ എന്നെ തകർക്കാനാണോ നിൻ്റെ ഉദ്ദേശം? എന്താടാ നിൻ്റെ ഉദ്ദേശമെന്ന് ചോദിച്ചു. സത്യങ്ങൾ മുഴുവനും മനസ്സിലാക്കി കഴിഞ്ഞു ഞങ്ങൾ. എന്നിട്ടും അത് പുറത്തു പറയാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയോ? എൻ്റെ ചേച്ചിയുടെ ജീവിതം തകരും എന്നുള്ള ഉറപ്പുള്ളത് ആണെന്ന് നയന ഇവനോട് പറയുവാണ്. ഈ സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിയെ മാത്രമല്ല ആ കുടുംബത്തെ മുഴുവനും ഇത് ബാധിക്കുമെന്ന് നീ അറിയണം എന്ന് പറഞ്ഞു. എന്നെ എൻ്റെ ചേച്ചി കോടതി കയറ്റിയാൽ നിന്നെ കൊന്ന അവിടെയും തകരുന്ന കുറേ ആൾക്കാരുണ്ട്.
നിന്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും പോലെ കുറച്ച് പേര്. അബിക്കും എന്നൊന്നും മിണ്ടാനില്ല. അതുകൊണ്ട് മാത്രമാടാ നിന്റെ നാടകം കണ്ടിട്ടും എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നതെന്നും നയന പറയുക കേട്ടോ. ദേ നീ എൻ്റെ വീട്ടിൽ വന്ന് വല്ല ഷോ കാണിച്ചല്ലോ. ദേ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ നീ വല്ല നന്മമരമായല്ലോ. അന്ന് എല്ലാം ഉള്ളിൽ ഒതുക്കിയതേ എൻ്റെ ചേച്ചിയെ ഓർത്ത് മാത്രമാടാന്നും നയന ഇങ്ങനെ പറയുമ്പോൾ അത്രയും ത്യാഗം ചെയ്തിട്ടും നീ എന്നെ തകർക്കാനാണ് ശ്രമിച്ചതെന്ന് ആദർശിവനോട് പറഞ്ഞു. എടാ നിന്റെ സ്വന്തം മകൾക്കാ ഞാനും ഇവളും അച്ഛനും അമ്മയും ആയിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇവൻ ഇങ്ങനെ അയ്യോ ദയനീയമായിട്ട് നിൽക്കുക. അതൊരു പുണ്യമാണെന്ന് കരുതിയിട്ട് ഇത്രയെങ്കിലും കുറ്റബോധം ഉള്ളിലുണ്ടെങ്കിൽ എടാ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് നീ മാറി നിൽക്കുകയായിരുന്നു വേണ്ടതെന്ന് ആദർശ് പറയണം. അവിടെയും നിന്റെ വൃത്തികെട്ട മനസ്സ് അതിനെ അനുവദിച്ചില്ലല്ലേ എന്നൊക്കെ ആദർശ് ചോദിച്ചിട്ട് അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെയൊരു സീൻ ഞങ്ങൾക്കിവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നതെന്നും ആദർശിവനോട് പറയും. നിന്നെ തൂക്കിക്കൊല്ലുവാടാ വേണ്ടത്. നിന്നെ പോലെ പെൺകുട്ടികളുടെ ജീവിതത്തിന് വില പറയുന്നവന് ഒരു കാലത്തും ജീവിച്ചിരിക്കാൻ പാടില്ലടാന്നും നയന ഇവനോട് പറഞ്ഞു. ഇത് നിനക്ക് ഞങ്ങൾ തരുന്ന ലാസ്റ്റ് വാണിംഗ് ആണെന്നും ഇനി എപ്പോഴെങ്കിലും നിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം നാണം കെട്ട കളികൾ ഉണ്ടായാലേ ഞങ്ങൾ പിന്നെ ആരുടെയും മുഖം നോക്കില്ല. അറിയാലോ നിനക്ക്. നന്ദു ഇപ്പം ഇവിടുത്തെ SI അവൾ തന്നെ നിന്നെ കൂട്ടിക്കൊണ്ട് പോകും ലോക്കപ്പിലേക്കും പിന്നെ കോടതിയിലേക്കും ഒക്കെ. അറിയാലോ നിനക്ക്. അപ്പം ഇതിനു മുന്നേ നീ ഒരുപാട് പെൺകുട്ടികളെ പ്രണയിച്ചിട്ടുണ്ട്. പക്ഷേ നിനക്കൊരു കുഞ്ഞുണ്ടെന്ന് എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു എന്ന് ആദർശ് പറയാം. അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ നിനക്ക് ഇത്തിരിയെങ്കിലും മനുഷ്യത്വം ഉണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞിൻ്റെ അമ്മയായിരുന്നു നിന്റെ ഭാര്യയായിട്ട് വരേണ്ടിയിരുന്നതെന്ന കാര്യവും ആദർശ് പറയുമ്പം അത് പിന്നെ ഞാൻ അനന്തപുരിയിലെ പയ്യനാണെന്ന് അറിഞ്ഞ് അവളെന്നെ പെടുത്തിയതായിട്ടാണ് അഭി. നീ വീണ്ടും കള്ളം പറയരുത്. നമ്മുടെ തറവാട്ടിലേക്ക് കയറി വരാൻ വേണ്ടി മാത്രം ഒരു പെണ്ണും കല്യാണത്തിന് മുന്നേ അമ്മയാകാൻ ആഗ്രഹിക്കില്ല എന്ന് ആദർശ് പറയാം. വീണ്ടും വീണ്ടും കള്ളം പറഞ്ഞ ഇന്നത്തോടെ നിന്റെ ജീവിതം തീരുമെന്നും പറഞ്ഞുകൊണ്ട് നയന പറയാം. നീ നിന്റെ അമ്മയ്ക്ക് ലക്ഷ്യം വെക്കുന്നത് അനന്തപുരിയിലെ സ്വത്തുക്കളാണല്ലോ. കാലാണ് പിന്നെ നിനക്ക് മുത്തശ്ശൻ തരുകയല്ലെന്നും നയന പറയാം അവനോടെ. ഞങ്ങളുടെ ആത്മാഭിമാനം പണയം വെച്ചിട്ട് നിന്നെ ഞങ്ങൾ ഇത്രയും ദിവസം സംരക്ഷിച്ചു. നാളെയും അത് തുടരും. പക്ഷേ അതിലൂടെ നീ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചാലേ അനാഥയായി നിന്റെ അമ്മ ഏറ്റെടുത്ത മുത്തശ്ശൻ തന്നെ അവരുടെ മുഖത്ത് നോക്കി പറയും നിന്റെ കയ്യും പിടിച്ച് അനന്തപുര തറവാടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ. അയ്യോ ഒന്നും പറഞ്ഞ് നിൽക്കുക അബി. അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടൊന്ന് എത്തിക്കാതിരുന്നാലേ നിനക്ക് നല്ലതെന്നും പറഞ്ഞു. അതുപോലെ ഇനി ആദർശേട്ടനെ ആരെങ്കിലും ആക്ഷേപിക്കുമ്പോൾ അതിനൊപ്പം നീ നിന്നേക്കരുത്. ആദർശേട്ടനെതിരെ ഒരു വാക്കുപോലും നീ പറയാനും പാടില്ല എന്നും പറഞ്ഞു. ആദർശേട്ടൻ ചിലപ്പോൾ അത് സഹിച്ചേക്കും. പക്ഷെ സ്വന്തം ജീവനേക്കാളും ആദർശേട്ടനെ സ്നേഹിക്കുന്ന എനിക്ക് അത് കേട്ട് നിൽക്കാൻ പറ്റില്ല, കണ്ടു നിൽക്കാനും പറ്റില്ല. അത് നീ മനസ്സിലാക്കണമെന്നും പറഞ്ഞു. ഇവനെ പിടിച്ചൊരു ഒറ്റ തള്ളായിരുന്നു നയന. ആദർശേട്ടാന്നും പറഞ്ഞ് അവനെ പരിപാടി തള്ളിയേച്ച് അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ പിന്നെയും ചെകുത്താൻ്റെ മുഖമായിട്ട് ഇങ്ങനെ നിൽക്കുക. എല്ലാ കള്ളങ്ങളും ഇവരറിഞ്ഞു. മൊത്തം കയ്യിൽ നിന്ന് പോയല്ലോ എന്നുള്ളൊരു കാലിപ്പിൽ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന ആദർശും നയനയും കൂടെ നേരെ പോകുന്നത് നയനയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഈ തൽക്കാലം ഇവിടെ ആരും അറിയണ്ടെന്ന് ആദർശ് പറയുക. നമ്മൾ രണ്ടും അഭിയും മാത്രം അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അവനെ അറിയിക്കണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതെന്തായാലും നടന്നു കഴിഞ്ഞാലോ ആദർശേട്ടാന്നും പറഞ്ഞ് ഇവരകത്തേക്ക് കയറി ചെല്ലുക. ഇത് ആരൊക്കെ വന്നിരിക്കണേ, മക്കളെന്താ ഇങ്ങോട്ട് പെട്ടെന്ന് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയും വെറുതെ ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ മോനെ ബില്ലില്ലാതെ അഭി സ്വർണം കൊടുത്തെന്ന് പറഞ്ഞാൽ വീട്ടിലൊരു വഴക്കുണ്ടായില്ലേ, അവനെ നന്നായിട്ട് നിയന്ത്രിച്ചോളണം കേട്ടോ എന്ന് ഗോവിന്ദേട്ടൻ ആദർശനോട് പറഞ്ഞു. അല്ലെങ്കിൽ മോൻ്റെ മുത്തശ്ശനും മോനൊക്കെ ഉണ്ടാക്കിയ സൽപ്പേര് അവനായിട്ട് ഇല്ലാണ്ടാക്കി കളയുമെന്നൊക്കെ പറയുമ്പോൾ എനിക്കതൊക്കെ അറിയാം അച്ഛാ. അതുകൊണ്ടല്ലേ അവന് മുകളിൽ വേറൊരാളെ നിയമിച്ചത്. അവനിപ്പോൾ വെറും ഒരു റബ്ബർ സ്റ്റാമ്പാണെന്നും ഇനി അവനെ ആ ബ്രാഞ്ചിൽ ഒരു എംപ്ലോയി ആക്കും ഞാൻ, അതിനുള്ള യോഗ്യതയെ അവനുള്ളൂ എന്നും പറഞ്ഞ് ആദർശ് പറയുമോ. അതൊക്കെ കേട്ട് ഇവരിങ്ങനെ നിൽക്കുമ്പോഴാണ് നന്ദു പോകാനായിട്ട് ഇറങ്ങി വരുന്നത്. അപ്പം നന്ദു ഇറങ്ങി വരുന്ന സമയത്ത് ഇവരെ കണ്ടു. SI സാർ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ ആദർശേട്ടനെ ഒന്ന് വിളിക്കാനിരിക്കായിരുന്നു എന്ന് നന്ദു പറഞ്ഞു. അന്നൊരു നെക്ലേസ് അവിടുന്ന് മോഷണം പോയില്ലേ, അതായത് ആദർശേട്ടൻ്റെ അമ്മ അനാമികയ്ക്ക് കൊടുത്ത ആ നെക്ലേസ്, അതിൻ്റെ പേരിൽ പഴി കേൾക്കേണ്ടി വന്നത് എൻ്റെ ചേച്ചിമാർക്കും അച്ഛനമ്മമാർക്കും അല്ലേന്ന് ചോദിച്ചു നയന. അതുകൊണ്ട് അതൊന്ന് കേസാക്കണമെന്ന് നമ്മുടെ നന്ദു പറഞ്ഞു. അതെന്തിനാ മോൾ ഇപ്പം കേസാക്കുന്നേ? അപ്പം അത് വേണം ചേച്ചി, അതൊരു കേസായിട്ട് അവിടെ അങ്ങ് കിടന്നോട്ടെ, അങ്ങനെയെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ പറ്റുമെന്ന് നന്ദു പറയാം. അതുമാത്രമല്ല ആ നെക്ലേസ് എവിടെയാണെന്ന് ചിലപ്പോൾ കണ്ടെത്താനും കഴിഞ്ഞാലോ, അത് മോഷണം പോയിട്ട് മാസങ്ങളായില്ലേ മോളെ. ആയിക്കോട്ടെ, പക്ഷേ എത്ര മാസമായാലും കംപ്ലൈൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായും ആ നെക്ലേസ് ഞാൻ കണ്ടെത്തിയിരിക്കും.
അപ്പോൾ ശരി അച്ഛാ, എന്നാൽ പോട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ നന്ദു ഓടുന്ന് പോവും. അങ്ങനെ അനാമികയുടെ കുഴിയും കൂടെ നന്ദു തോണ്ടാൻ തീരുമാനിച്ചിരിക്കുന്നു. അച്ഛനും അമ്മയ്ക്കും അവളെ SI ആകുന്ന ഇഷ്ടമല്ലായിരുന്നല്ലോ, പക്ഷേ അവൾക്ക് പറ്റിയ പണി തന്നെയാണ് അവൾ തിരഞ്ഞെടുത്തതെന്ന് പറയുവാണ് നന്ദു. അതൊക്കെ നിങ്ങൾ പറഞ്ഞ് ശരിയാ മോളെ, എന്നാൽ ഞങ്ങൾക്ക് പേടിയാവും. കാരണമേ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത സ്വഭാവമാണ് അവളുടേതെന്ന് അറിയാലോ. അപ്പോഴത്തേക്കും കയറി വന്ന് വീണ്ടും നന്ദു. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ എൻ്റെ ഡ്യൂട്ടി നന്നായിട്ട് തന്നെയാണ് ചെയ്യുന്നത്, സത്യസന്ധമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അത് തടസ്സപ്പെടുത്താൻ ഒരാൾ ശ്രമിക്കുന്നുണ്ട് എന്ന് നന്ദു പറയുമ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, അതാരാ എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ അത് വേറെ ആരുമല്ല, അനിയുടെ കാര്യം ഞാൻ പറഞ്ഞത് എന്ന് നന്ദു ആദർശനോട് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് ഞെട്ടി. അവനെ ഒന്ന് ഉപദേശിക്കണം ആദർശേട്ടാന്ന് നന്ദു പറയുക കേട്ടോ. പിന്നെ അവന് 3 ബ്രാഞ്ചിൻ്റെ ചുമതലയുണ്ട്, അവിടെയൊന്നും പോവാതെ അവൻ എൻ്റെ പിന്നാലെ തന്നെ ഇങ്ങനെ നടക്കുകയാണെന്നും നന്ദു ഇങ്ങനെ ആദർശനോട് പറയുന്നു. വേറെ ഏത് ജോലിയാണെങ്കിലും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ ഒരു SI ആയ എനിക്ക് അവൻ്റെ ബാലിശമായ രീതികളോട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല എന്നും നന്ദു ഇങ്ങനെ പറയുവാണ്. അങ്ങനെ അതും പറഞ്ഞ് ഇവരോട് കാര്യം അവതരിപ്പിച്ചു. അതുകൊണ്ട് അവനെ ഒന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞതെന്ന് നന്ദു പറയുമ്പം ശരി മോളെ ഞാൻ ചെയ്തോളാവെന്ന് പറഞ്ഞു. അതും പറഞ്ഞ് നന്ദു അവിടെ നിന്ന് പോയി. ഈ സമയത്ത് ആദർശ ആകെ ദയനീയാവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന അഭി വീട്ടിലേക്ക് ചെല്ലുക. അപ്പോഴേക്കും ജലജയും അനാമികയും കൂടെ അവിടെ നിൽപ്പുണ്ട്. അഭിയേട്ടൻ വരുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് അഭിയേട്ടനെ കാണിച്ചു കൊടുക്കുക ജലജയ്ക്ക് അനാമിക. എന്തിനാടാ നിന്നെ ആദർശം നയനയും കൂടെ കൂട്ടിക്കൊണ്ട് പോയത് എന്ന് ചോദിക്കുമ്പോൾ അത് വിത്ത് ബില്ലിൽ നിന്ന് സ്വർണം കൊടുത്തില്ല, അതിനെപ്പറ്റി ചോദിക്കാനാണെന്ന് പറഞ്ഞു അഭി. അല്ല, അതിൻ്റെ ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതല്ലേ എന്ന് അനാമിക അന്നേരം ചോദിച്ചു. മുത്തശ്ശൻ അതിൻ്റെ പേരിൽ അഭിയേട്ടനും തല്ലുകയും ചെയ്തതല്ലേ, ഇനി അവരെന്ത് ചോദിക്കാനാണെന്ന് ചോദിക്കുമ്പം ഇപ്പം മൂർത്തി ജ്വല്ലറിയുടെ MD-യുടെ ഭാര്യയും അല്ലേ, അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു പാർട്ടി ഇല്ലേ എന്ന് ചോദിച്ചു. അവർ നിന്നോട് എന്താ പറഞ്ഞത്? ഞാനിനി ഒരു റബ്ബർ സ്റ്റാമ്പായിട്ട് എൻ്റെ ബ്രാഞ്ചിൽ ഇരുന്നാൽ മതിയെന്ന് അവർ പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ എനിക്ക് മുകളിൽ ഒരു മാനേജർ അവിടെ വെച്ചിട്ടില്ലേ, അയാൾക്ക് കുറച്ചുകൂടി അധികാരം കൊടുത്ത് കാണുമെന്ന് അഭി. ഈ വീട് വല്ലാത്തൊരു വീട് തന്നെ, എവിടെയും കാണില്ല ഇങ്ങനെയുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. നിന്നെ കല്യാണം കഴിച്ചിട്ട് ഒരുത്തൻ നന്ദുവിൻ്റെ പിന്നാലെ കറങ്ങി നടക്കുകയല്ലേ, എന്നിട്ട് ആരെങ്കിലും ഒന്നും അത് ചോദിക്കാനുണ്ടോ എന്നിങ്ങനെ ഈ ജലജ കയറി ചോദിച്ചു. എടാ നമ്മളും തിരിച്ച് പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞ അഭി എന്ന് പറയുമ്പം അതൊന്നും വേണ്ടാന്നും പറഞ്ഞ അഭി അന്നേരം ഇനി അതിൻ്റെ പേരിൽ ഇവിടെ എൻ്റെ ഒരു സംസാരം ഉണ്ടാകരുതെന്ന് പറഞ്ഞു. അഭിയേട്ടന് ഇത്രയും പാവമൊന്നും അല്ലായിരുന്നല്ലോ, പിന്നെന്താ ഇപ്പം കയറി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അപ്പോൾ ഇവന് വട്ടാ മോളെ. എടാ വഴിവിട്ട ബന്ധത്തിൽ ഒരു കുഞ്ഞുള്ളത് അവനാണ്, അല്ലാണ്ട് നിനക്കല്ല. മോള് ചോദിച്ചത് ശരിയായ കാര്യമല്ലേ, നമ്പിക്കുള്ള ധൈര്യം പോലും ഇപ്പോൾ ഇവനില്ല എന്ന് പറയുമ്പോൾ അമ്മേ പഠിത്തം കഴിഞ്ഞ ആദർശേട്ടനും എനിക്കപ്പോൾ ഞാൻ ജ്വല്ലറിയിൽ കയറിയതാ, അതല്ലാതെ എനിക്ക് വേറെ പണിയൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു അഭി. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കി എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനാണ് ആദർശേട്ടനും ഏട്ടത്തെയൊക്കെ നോക്കുന്നത് തന്നെയെന്നും അഭി ഇങ്ങനെ ഇവരോട് പറഞ്ഞു. കൊള്ളാവല്ലോ. അങ്ങനെ അവർ മാത്രം വിചാരിച്ച് നിന്നെ പിരിച്ചുവിടാനൊക്കെ പറ്റുമോ എന്ന് ജലജ മകനോട് ചോദിച്ചു. നീ എന്തിനാ അവർ വിളിച്ചപ്പോൾ അവരുടെ കൂടെ പോയത്? അതിൻ്റെ ആവശ്യം നിനക്കുണ്ടായിരുന്നോ? നവ്യ പറഞ്ഞല്ലോ ആദർശം നയനയും ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ നിന്നെ കൂട്ടിക്കൊണ്ട് പോയതാണെന്ന്. എന്നെ നിർബന്ധിച്ച് വിളിച്ചത് കൊണ്ടാണ് ഞാൻ പോയതെന്ന് അഭി. മിസ്റ്റർ ക്ലീൻ ആയിരുന്നു ഇവിടുത്തെ മൂത്ത കൊച്ചുമോൻ. ഇപ്പോൾ അയാളുടെ ദേഹത്ത് ചെളി വീണിരിക്കുക, അത് കഴുകി കളയാൻ അയാളും അയാളുടെ ഭാര്യയും കൂടി ചെയ്യാവുന്നതൊക്കെ ചെയ്യുമെന്നും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ കുറേ ആൾക്കാരും ഉണ്ടെന്നും പറഞ്ഞ അനാമിക വലിയ ആൾ കളിക്കുക. വരാൻ പോകുന്ന മഹാമാരി എന്താണെന്ന് അറിയാതെ. എന്നാലും എൻ്റെ അഭിയേട്ട ഈ തറവാടൊന്ന് ഭാഗം വയ്ക്കാൻ പറ, അങ്ങനെയെങ്കിലും പലരുടെയും മുഖം നമുക്ക് കാണേണ്ടി വരില്ല എന്ന് അനാമിക പറഞ്ഞു. അതിന് നിങ്ങൾ പെണ്ണുങ്ങളെല്ലാവരും കൂടി ശ്രമിക്കുന്നതാണ് നല്ലതെന്ന് അന്നേരം ചേട്ടൻ. ഞാൻ പിന്നിൽ നിന്നേ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ പാർട്ടീഷൻ നടത്തുമ്പോൾ 2 or 3 ബ്രാഞ്ച് നമ്മുടെയൊക്കെ പേരിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരുടെയും അടിമപ്പണി ചെയ്യേണ്ടി വരില്ല എന്നും അഭി പറയുവാണ്. ആദർശേട്ടൻ്റെ വലിയേട്ടൻ കളി കണ്ടും കേട്ടും ഞാൻ മടുത്തു എന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞിട്ട് അഭി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി എന്നും പറഞ്ഞ് അഭി അങ്ങ് പോയപ്പോൾ അവരവിടെ നിന്ന് ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് നിൽക്കുക. പിന്നെ കാണിക്കുന്ന നവ്യ കുഞ്ഞുവാവെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും അഭി അകത്തേക്ക് കയറി ചെന്നു. നീ എന്തിനാ അവരുടെ കൂടെ പോയതെന്ന് ചോദിച്ചു. അവനെന്തിനാ നിന്നെ ബലമായി കൂട്ടിക്കൊണ്ട് പോയതുപോലെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ മുകളിൽ നിന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി ഞാനിപ്പോൾ അമ്മയുടെ അനാമികയോടൊക്കെ സംസാരിച്ചുള്ളൂ. വിത്തൗട്ട് ബില്ലിൽ സ്വർണം കൊടുത്തത് വലിയ സംഭവമാക്കിക്കൊണ്ടിരിക്കുക എൻ്റെ ഏട്ടനും നിൻ്റെ അനിയത്തിയും കൂടെ എന്ന് പറഞ്ഞപ്പം അത് കൊള്ളാവല്ലോ, നമ്മൾ അതിനേക്കാളും വലിയ സംഭവം ഉണ്ടാക്കേണ്ട സമയം കഴിഞ്ഞല്ലോ എന്നും പറഞ്ഞ് നവ്യ. ചന്തുമോളെ പറ്റിയിട്ട് പലരും ഇപ്പം ചോദിക്കുന്നുണ്ട്, അവൾ ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്ന് പുറത്തുള്ള ആരോടെങ്കിലും ഇവിടെ ഉള്ളവർ പറയുമോ എന്ന് നവ്യ ഇങ്ങനെ ചോദിച്ചു കേട്ടോ. അനന്തപുരിക്കാരൊരു കുഞ്ഞിനെ ദത്തെടുത്തു, അങ്ങനെയല്ലേ പറയുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ
എനിക്ക് പല കാര്യങ്ങളും സംസാരിക്കാൻ ഒരു പരിധിയുണ്ട് നവ്യേ. പക്ഷെ നിന്റെ കാര്യം അത് അങ്ങനെയല്ലല്ലോ. നീ പറയാനുള്ളതൊക്കെ മുഖത്ത് നോക്കി പറയണമെന്ന് പറഞ്ഞു. ഇപ്പം അനാമിക പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു പാർട്ടീഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിലെ പലരുടെയും മുഖം കാണേണ്ടി വരില്ല, പല സംഭവങ്ങളും കാണേണ്ടി വരില്ല എന്ന് പറയുവാണ് നവ്യ. ഇപ്പം തന്നെ ചന്തുമോളെ എല്ലാവരും ലാളിക്കുന്നതിനൊക്കെ സഹിക്കാൻ പറ്റാത്ത കാര്യമല്ലേ. ഇനിയിപ്പോൾ നമ്മുടെ മോനും ചന്തുമോളും വളരുന്നതിനനുസരിച്ച് കോമ്പറ്റീഷൻ കൂടി വരത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആ നേരത്തെ അതൊക്കെ ഒഴിവാക്കാൻ നമ്മൾ മാറി താമസിക്കുന്നത് തന്നെ നല്ലത്. അപ്പം അതിനെങ്ങനെ കഴിയുമെന്ന് നീ പറയുന്നത്? ഇതൊരു രാജകൊട്ടാരമല്ലേ, ഇവിടെ തലയും താടിയും നരച്ച ഒരു രാജാവ് പറയുന്നത് പോലെയാണല്ലോ നിയമം എന്ന് നവ്യ പറയുന്നു. നിന്റെ കരുണത്ത് തല്ലിയപ്പോൾ മുതൽ എനിക്ക് നിന്റെ മുത്തശ്ശനെ അത്ര മതിപ്പൊന്നുമില്ല എന്ന് പറയുവാണ് നവ്യ. പിന്നെ അതിലുപരി കൊച്ചുമക്കളെയൊക്കെ രണ്ടായിട്ട് കാണുന്ന ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതെനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു സ്വഭാവമേ അല്ല. എൻ്റെ അമ്മമാരെ പോലെ ഒഴിവാക്കിയിട്ട് ആദർശന് അധികാരം കൊടുത്ത ആളാണ് എൻ്റെ മുത്തശ്ശൻ എന്ന് അന്നേരം അബി. അവനോടൊരു പ്രത്യേക സ്നേഹമുണ്ട് കളവന്. ഒരു പക്ഷേ മൂത്ത കൊച്ചുമകനായതുകൊണ്ടായിരിക്കാം. ആ മൂത്ത കൊച്ചുമകൻ എന്തായാലും ഇപ്പം നല്ല പേരാ മുത്തശ്ശൻ ഉണ്ടാക്കി കൊടുത്തു വെച്ചിരിക്കുന്നത്. മുത്തശ്ശൻ വലിയ ആദർശധീരനായിരുന്നെങ്കിൽ ഇന്ന് ആദർശേട്ടൻ ഈ വീട്ടിലുണ്ടാകുമായിരുന്നില്ല. അങ്ങേരുടെ MD സ്ഥാനവും തെറിക്കുമായിരുന്നു എന്നുള്ള കാര്യങ്ങളും നവ്യ പറയും. ഇവനിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇപ്പോൾ ഭാര്യയും കുഞ്ഞിനെയും സ്നേഹിച്ച് അടങ്ങി ഒതുങ്ങി കഴിയുന്ന ആളും ഞാനാ. കല്യാണം കഴിഞ്ഞ് ആദർശേട്ടനും അനിയും വഴിതെറ്റി സഞ്ചരിക്കുന്നവരാ. പക്ഷെ കാര്യങ്ങളോടെടുക്കുമ്പോൾ കുറ്റം മുഴുവൻ എനിക്കും. പറഞ്ഞിട്ടേ കാര്യമൊന്നും ഇല്ല എന്നും പറഞ്ഞിങ്ങനെ അബി ഇങ്ങനെ അവിടെ കിടന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൊച്ചു കരഞ്ഞു. പിന്നെ കുഞ്ഞിനെ എടുത്തതേ നമ്മുടെ നവ്യ കൊഞ്ചിച്ചോണ്ടിരിക്കുക. അപ്പോഴത്തേക്കും അബി കൊച്ചിനെ ഇങ്ങ് മേടിച്ച് നീ കുഞ്ഞിനെ ഇങ്ങ് തരാൻ പറഞ്ഞു. കരയില്ലടാ അച്ഛൻ്റെ പൊന്ന് കരയില്ലടാ എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ കൊച്ചു അബിയുടെ മേത്ത് മൂത്രം ഒഴിച്ചു. അപ്പോൾ ഷേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും അബി. എന്താ മോൻ എന്നെ കുളിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അബി. അപ്പോൾ കുറച്ച് ദിവസമായല്ലോ നീ കുഞ്ഞിനെ എടുത്തിട്ട്, അതിൻ്റെ ദേഷ്യം കാണിച്ചതാ മോനെന്ന് നവ്യ. നീ ഇങ്ങനെ തരാൻ പറഞ്ഞു. കുഞ്ഞിനെ മേടിച്ചു നവ്യ അതിൻ്റെ ഉടുപ്പൊക്കെ മാറ്റാനായിട്ട് അങ്ങ് പോയി. നീ അച്ഛൻ്റെ മേലും നനയ്ക്കണം കേട്ടോ എന്നും കുഞ്ഞിനോട് പറഞ്ഞു. കരയരുത് കേട്ടോ എന്നും പറഞ്ഞു കുഞ്ഞിനെ സ്നേഹിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും കാണിക്കുന്ന ആദർശിനെയും നയനയാട്ടോ. അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ വഴിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അനി അങ്ങോട്ടേക്ക് വന്നു. എന്തായിട്ടാ അത്യാവശ്യം ഒരു കാണുമെന്ന് പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ വീട്ടിൽ വെച്ച് സംസാരിക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടാണ് നിന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചതെന്ന് പറയുക. അപ്പോൾ എനിക്കത് പേടി. എടാ എത്ര പറഞ്ഞാലും നീ കേൾക്കത്തില്ലല്ലേ എന്ന് ആദർശ് അനിയോട് ചോദിച്ചു കേട്ടോ. അനി എന്തിനാ നീ ഇങ്ങനെ നന്ദുവിൻ്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അനി ഇങ്ങനെ ആകെ വല്ലാണ്ടായിട്ട് നിൽക്കാം. അവളിപ്പോൾ ഈ സ്റ്റേഷനിലെ SI ആണ്, അതുപോലെ ഓർക്കാതെയാണ് അനി അവളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ നിൻ്റെ ഉദ്ദേശം എന്താ? ഞാൻ വിളിക്കുമ്പോൾ അവൾക്കൊന്ന് ഫോൺ എടുക്കാമല്ലോ ഏട്ടാ, കാണാൻ ചെല്ലുമ്പോൾ ഒന്ന് മുഖം തരാമല്ലോ എന്ന് പറയുമ്പോൾ എടാ നീ ഒരു സൗഹൃദവും വേണ്ട എന്ന് ഞാൻ അവളോട് പറഞ്ഞു. ഞങ്ങളൊക്കെ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കാരണം എന്താ ഏട്ടാന്ന് ചോദിച്ചു. ആ സൗഹൃദം അത് വെറും ഒരു സൗഹൃദം അല്ല എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണെന്ന് നയനെ അന്നേരം പറഞ്ഞു. അതൊരു കാരണവശാലും രണ്ടുപേരുടെയും ഭാവി ഇല്ലാണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിങ്ങനെ നയനെ പറഞ്ഞു കൊടുക്കുക എനിക്ക്. എടാ നന്ദുവിന് കല്യാണാലോചനകളൊക്കെ നടക്കുന്നുണ്ട്, നീ ചുമ്മാ അവളുടെ പുറകിലൂടെ നടക്കരുതെന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അനാമിക ഉണ്ടാവില്ല. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ജീവിതത്തിൽ നിന്നും അനാമിക പോകും. അവളുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് തന്നെ അനി പറയും കേട്ടോ. ഇത് കേട്ടപ്പോൾ അങ്ങനെ അനാമിക അനിയുടെ ജീവിതത്തിൽ നിന്ന് പോയാലും നന്ദു ഒരിക്കലും അനാമികയുടെ സ്ഥാനത്തേക്ക് വരാൻ പാടില്ല എന്ന് നയന കട്ടായം പറയുക. അത് എൻ്റെ മാത്രമല്ല എൻ്റെ വീട്ടുകാരുടെയും നിലപാട് അത് തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഒരിക്കൽ ഒന്നിക്കാനൊരു അവസരം വന്നപ്പോൾ അതില്ലാണ്ടാക്കിയത് ഏട്ടത്തി തന്നെയാണെന്ന് നന്ദുവിനെ പറ്റിയും അനിയെ പറ്റിയുള്ള കാര്യം അനി പറയുമ്പം അതൊക്കെ വിട്, ഇനിയുള്ള കാര്യമാണ് പറഞ്ഞത്. നന്ദുവിന് നിന്നോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് അവളെ ശല്യം ചെയ്യാതെ നീ നിൻ്റെ കാര്യം നോക്കി നടന്നോളാൻ പറഞ്ഞു. ഇത് പറയാനാണ് വിളിപ്പിക്കുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും വരില്ലായിരുന്നു എന്ന് അനി അന്നേരം പറയാം. ഏട്ടനും ഏട്ടത്തിയൊക്കെ സ്വസ്ഥമായിട്ടും സുഖമായിട്ടങ്ങ് ജീവിക്കുക, നിങ്ങൾക്കൊക്കെ മനസമാധാനമുണ്ട്, എനിക്കതില്ല എന്ന് അനി അന്നേരം പറഞ്ഞു. ഇത് കേട്ട് ഇവർ അന്തം വിട്ട് നിൽക്കുക. അതില്ലാണ്ടാക്കിയത് എന്നെ സ്നേഹിക്കുന്നവരൊക്കെ തന്നെയാണെന്നും പറഞ്ഞു ഇങ്ങനെ അനിനെ കുറ്റപ്പെടുത്തി നിൽക്കുന്നിടത്ത് നിന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.